എംഎസ് പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ കെമിസ്ട്രിയിലെ ആസിഡ് ആൻഡ് ബേസസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് NMMS ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താലോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഒന്നാമത്തെ ചോദ്യം നോക്കാം. The element present in all acids is. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം ഏതാണെന്നാണ്. അപ്പൊ ചില ആസിഡുകൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് തന്നെ അപ്പൊ മറുപടി പറയാൻ പറ്റും. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, സൾഫ്യൂരിക് ആസിഡ് H2SO4. ഇനി നിങ്ങളൊരു ആസിഡ് പറ. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO3. ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് H3PO4. ഇനി അതേപോലെ തന്നെ കാർബോണിക് ആസിഡ് ഉണ്ട്, നമ്മുടെ സോഡാ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ആളെ H2CO3. അപ്പൊ എല്ലാവരിലും കോമൺ ആയിട്ട് ഒരാളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ? അവനാണ് ദിവൻ. ആരാണത്? യെസ്, ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ, ഹൈഡ്രജൻ ആണ്. യെസ്, അപ്പോൾ എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജനെ കൊടുക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ ശരിക്കും ആസിഡ്സ് എന്ന് പറയുക. അടുത്ത ചോദ്യം. വാട്ട് ഹാപ്പൻസ് ടു റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെൻ വി dip it in an acidic solution? ചുവപ്പ് നീല ലിറ്റ്മസുകൾ ആസിഡ് ലൈനിൽ മുക്കിയാൽ എന്താണ് സംഭവിക്കുക? അപ്പൊ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. 2 കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ? ഏതൊക്കെയാണ് നമുക്കറിയാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പറും ഉണ്ട്, അതേപോലെ റെഡ് ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. അപ്പോൾ ഒരു ആസിഡും ബേസും നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തരാം. ABR എന്ന് പറഞ്ഞാൽ A for acids, B for blue, R for red. അതായത് ആസിഡ്സിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബേസുകളിൽ സംഭവിക്കുക. ബേസസ് എടുത്താൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളർ ആയിട്ട് മാറും. അപ്പൊ ആസിഡ്സിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് കളർ ആയിട്ട് മാറും എന്ന് നമ്മൾ കണ്ടു. ബേസുകളിലോ നോ ചേഞ്ച് ആണ്, ഒരു മാറ്റം ഉണ്ടാവില്ല. നീല ലിറ്റ്മസ് അങ്ങനെ തന്നെ ഇരിക്കും. ഇനി ചുവന്ന ലിറ്റ്മസ്, റെഡ് ലിറ്റ്മസ് നമ്മൾ കണ്ടു, ബേസസ് ബ്ലൂ കളറായിട്ട് മാറും. അപ്പൊ ആസിഡ്സിലോ അവർക്ക് നോ ചേഞ്ച് ആയിരിക്കും. പഠിച്ചോ? അപ്പൊ ABR ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് റെഡ് കളർ. ഓക്കെ, നമ്മുടെ നീല ലിറ്റ്മസ് ചുവപ്പ് കളറായിട്ട് മാറുന്നത് എവിടെയാ? ആസിഡുകളിലും. ഇനി ചുവന്ന ലിറ്റ്മസ് നീല നിറം, റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറുന്നത് ബേസുകളിലുമാണ്. അപ്പൊ ഇനി ഓപ്ഷൻ പറഞ്ഞേ നോക്കിക്കേ. ആസിഡ് സൊല്യൂഷനിൽ എന്ത് സംഭവിക്കുന്നതാണ് നമുക്കറിയാം. റെഡിന് ഒരു മാറ്റവും ഉണ്ടാവില്ല അല്ലെ? ആകെ മാറ്റം ഉണ്ടാവുന്നത് ബ്ലൂവിന് മാത്രമാണ്. അപ്പൊ നമുക്ക് പറയാം ABR അല്ലെ? ബ്ലൂ ലിറ്റ്മസ് റെഡ് കളറായിട്ട് മാറുന്നു. പിന്നെ നോ ചേഞ്ച് ഫോർ റെഡ് ലിറ്റ്മസ് പേപ്പർ, ശരിയല്ലേ? അതോ റെഡ് ഓറഞ്ച് ആയിട്ട് മാറുമോ? അല്ല, പൊട്ടത്തെറ്റ് അല്ലേ? റെഡിന് ഒരു ചേഞ്ചും ഉണ്ടാവില്ല. സോ ഓപ്ഷൻ C ആണ്. അപ്പൊ നീല ലിറ്റ്മസ് ചുവപ്പായിട്ട് മാറും, പക്ഷെ ചുവന്ന ലിറ്റ്മസിന് നിറമാറ്റം ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻ ഫിനോൾഫ്തലീൻ വിൽ ടേൺ പിങ്ക് ഇൻ കളർ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിലാണ് ഫിനോൾഫ്തലീൻ പിങ്ക് നിറമാവാൻ സാധ്യത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫിനോൾഫ്തലീൻ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റ്മസ് പോലെ തന്നെ മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ? ഫിനോൾഫ്തലീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ തൽക്കാലം P എന്ന് എഴുതട്ടെ. അപ്പൊ ഫിനോൾഫ്തലീന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസുകളിലേക്ക് ഫിനോൾഫ്തലീൻ ഇട്ടാൽ നമ്മുടെ ഫിനോൾഫ്തലീൻ നേരെ പിങ്ക് കളറായിട്ട് മാറും. എന്നാൽ ആസിഡിലേക്ക് ഇട്ടാലോ? ആസിഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മാറ്റവും ഇല്ല, ഒരു ചേഞ്ചും കളർ ചേഞ്ചും ഉണ്ടാവാറില്ല കേട്ടോ. ഫിനോൾഫ്തലീൻ എന്ന് പറയുന്ന ആള് തന്നെ കളർ ഇല്ലാതെ വെള്ളം പോലെ ഇരിക്കുന്ന ആളാണ്. ഫിനോൾഫ്തലീനെ ബേസിലേക്ക് ഇട്ടാൽ ഇതേപോലെ പിങ്ക് കളറായിട്ട് മാറും. പക്ഷെ ആസിഡിലേക്കാണ് ഇടുന്നതെങ്കിൽ അവൻ എങ്ങനെയാണോ ഉള്ളത്, ആ കളർ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ വെള്ളം പോലെ തന്നെ ഇരിക്കും. റെഡി? അപ്പോ നിങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫിനോൾഫ്തലീൻ എവിടെയാണ് പിങ്ക് കളർ കാണിക്കുക? ഫിനോൾഫ്തലീൻ പിങ്ക് കളർ കാണിക്കണമെങ്കിൽ അതൊരു ബേസ് ആയിരിക്കണം അല്ലെ? ചെറുനാരങ്ങ വെള്ളം, ലെമൺ വാട്ടർ എങ്ങനെയാണ്? ആസിഡ് ആണ് അല്ലെ? നാരങ്ങയിലുള്ളത് ഏത് ആസിഡാണ്? നാരങ്ങയിലുള്ളത് സിട്രിക് ആസിഡ് ആണ് അല്ലെ? അപ്പൊ ഇതല്ല വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡും അല്ല ബേസും അല്ല, ന്യൂട്രൽ നിർവീര്യ ലായനിയാണ്. ലൈം വാട്ടർ
ചുണ്ണാമ്പ് വെള്ളം. എഗെയിൻ മക്കളെ, ചുണ്ണാമ്പ് എന്ന് പറയുന്ന ആള് നമ്മുടെ മണ്ണില് അസിഡിറ്റി കൂടുമ്പോൾ, അമ്ല രുചി കൂടുമ്പോൾ, അമ്ല ഗുണം കൂടുമ്പോഴൊക്കെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ ചുണ്ണാമ്പ് അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസ്. അപ്പൊ അതിലേക്ക് നമ്മുടെ ഫിനോൾഫ്തലിൻ ഇട്ട് കഴിഞ്ഞാൽ പിങ്ക് കളറായിട്ട് മാറും. വിനാഗിരി എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്, അതിനുള്ളിൽ അസറ്റിക് ആസിഡ് ഉണ്ട്. മക്കളെ, പുളിയുള്ള എല്ലാ വസ്തുക്കളും ആസിഡ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇവിടെയും ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, when a kitchen powder got on the hand and it turned red after washing with soap, what type of powder could it be? അടുക്കളയിലെ ഒരു പൊടി കയ്യിൽ പുരണ്ടപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കഴുകി, അപ്പൊ ചുവന്ന നിറം വന്നു. അപ്പൊ അതാരായിരിക്കും? നമുക്കറിയാം, നമ്മുടെ അടുക്കളയിലും നമ്മുടെ ലബോറട്ടറിയിൽ കിട്ടുന്നത് അത്ര എഫിഷ്യന്റ് അല്ലെങ്കിൽ പോലും അടുക്കളയിലും ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ ഉണ്ട് അല്ലെ. പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ആണ് ടർമറിക് അഥവാ മഞ്ഞൾ അല്ലെ. ടർമറിക്കിന്റെ പ്രത്യേകത നമ്മുടെ ഡ്രസ്സിലൊക്കെ മഞ്ഞളായാല് സോപ്പ് കൊണ്ട് കഴുകുന്ന സമയത്ത് അവിടെ റെഡ് കളറായിട്ട് മാറും. അപ്പൊ ടർമറിക്ക് ബേസുകളിൽ റെഡ് കളറായിട്ട് മാറും, മഞ്ഞൾ ബേസുകളിൽ ചുവപ്പ് നിറമായിട്ട് മാറും. എന്ന ആസിഡ്സിൽ ഒരു നിറമാറ്റവും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ആസിഡും ബേസും നമ്മൾ തിരിച്ചറിയാം. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ആളെന്ന് പറയുന്നത് മഞ്ഞളും ചന്ദനവും മഞ്ഞളായിരിക്കും. Which of the following indicator is most likely being described by the following observations? അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഇൻഡിക്കേറ്റർ ആവാം എന്ന് നമ്മൾ നോക്കണം. ഇറ്റ് ഈസ് കളർലെസ് ഇൻ വാട്ടർ. നോക്ക്, ജലത്തിൽ ചേർത്താൽ നിറമില്ല, സൂചകം നിറമില്ലാത്തതാണ്. ഇൻഡിക്കേറ്റർ ഇറ്റ്സെൽഫ് ഈസ് കളർലെസ്. ഇനി ഇറ്റ് ടേൺസ് പിങ്ക് when added to detergent solution. നോക്കിയേ, അലക്കുകാര ലായനിയിൽ പിങ്ക് നിറം, എന്നാൽ വിനാഗിരിയിൽ നിറമില്ല. റിമെയിൻസ് കളർലെസ് ഇൻ വിനേഗർ. ഏതായിരിക്കും മക്കളെ? ഡിറ്റർജന്റ്, നമ്മുടെ സോപ്പ് പൊടി, ഇതൊക്കെ ബേസ് ആണ് അല്ലെ. അപ്പൊ ബേസുകളിൽ പിങ്ക് കളർ വരുന്നു. വിനേഗർ എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്, അതിൽ കളറില്ല. അപ്പൊ അതാരായിരിക്കും? ഇപ്പൊ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ അല്ലെ. ബേസുകളിൽ പിങ്ക് നിറം കാണിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോൾഫ്തലീൻ ആണ് കേട്ടോ, ഫിനോൾഫ്തലീൻ ആണ്. അപ്പൊ ഫിനോൾഫ്തലീൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് കളർ ഇസ് ഇമ്പോർട്ടഡ് ടു ഡൈല്യൂട്ട് NaOH സൊല്യൂഷൻ when മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഇസ് ആഡഡ് ടു ഇറ്റ്? നേർപ്പിച്ച NaOHലേക്ക് മീഥൈൽ ഓറഞ്ച് സൂചകം ചേർത്താൽ ലായനിക്ക് ലഭിക്കുന്ന നിറം എന്തായിരിക്കും? അപ്പൊ മിസ് പറഞ്ഞില്ലേ മീഥൈൽ ഓറഞ്ച്, ഞാൻ MO എന്ന് എഴുതാം കേട്ടോ. അപ്പൊ മീഥൈൽ ഓറഞ്ചും ഇൻഡിക്കേറ്റർ ആണ്. ആസിഡിലേക്ക് ഒഴിച്ചാലും ബേസുകളിലേക്ക് ഒഴിച്ചാലും വേറെ വേറെ കളറാണ് മീഥൈൽ ഓറഞ്ചിന്. ആസിഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പിങ്ക് റെഡ് കളർ ആയിരിക്കും. ഇനി ബേസുകളിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ മീഥൈൽ ഓറഞ്ചിന് യെല്ലോ കളറായിട്ട് മാറും. ഡൈല്യൂട്ട് NaOH, നേർപ്പിച്ച NaOH എന്ന് പറയുന്നത് അതൊരു ബേസ് അല്ലെങ്കിൽ ഒരു ആൽക്കലി ആണ്. ബേസും ആൽക്കലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ബേസുകളെ ആൽക്കലി എന്ന് വിളിക്കും കേട്ടോ. വാട്ടർ സോല്യുബിൾ ബേസുകളാണ് ആൽക്കലി. അപ്പൊ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആണ് അല്ലെങ്കിൽ അതൊരു ആൽക്കലി ആണ്, വാട്ടറിൽ ലയിച്ചു ചേരും. അപ്പൊ ആൽക്കലിയിലേക്കാണ് മീഥൈൽ ഓറഞ്ച് ഇടുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? ബേസ് ഓർ ആൽക്കലി, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട കേട്ടോ. ആൽക്കലി അല്ലെങ്കിൽ ബേസിലേക്കാണ് മീഥൈൽ ഓറഞ്ച് ഇടുന്നതെങ്കിൽ അവിടെ മീഥൈൽ ഓറഞ്ച് യെല്ലോ കളറായിട്ട് മാറും. ഓക്കെ, മഞ്ഞ നിറമാകുന്നു. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അടുത്തത്, ദ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഫൗണ്ട് ഇൻ യുവർ ഹോം. സോറി മിസ്, ന്യൂട്രൽ എന്ന് വെച്ചു അല്ലെ. നമ്മുടെ വീടുകളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സൂചകം ഏതായിരിക്കും? കോമൺ സോൾട്ട്, നമ്മുടെ ഉപ്പ്. മക്കളെ, ഉപ്പ് എന്ന് പറയുന്നത് അതൊരു സോൾട്ട് ആണ്, അതൊരു ലവണമാണ് കേട്ടോ. അത് ന്യൂട്രൽ ആണ്, ആസിഡും അല്ല ബേസും അല്ല, അതുകൊണ്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ടർമറിക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടർമറിക് ആണ് ഉത്തരം അല്ലെ. എങ്ങനെയാണ് മഞ്ഞൾ കാണിക്കുക? ബേസുകളിൽ റെഡ് കളറും റെഡിഷ് ബ്രൗൺ കളറും, ആസിഡുകളിൽ കളർ ഇല്ല, ഒരു നിറവും ഇല്ലാണ്ട്, നിറമാറ്റം ഇല്ലാണ്ട്, നോ ചേഞ്ച് ആയിട്ട് ഇരിക്കുന്ന ആളായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ഉണ്ട്. ദ കളർ ചേഞ്ച് ഷോൺ ബൈ ലിറ്റ്മസ് പേപ്പർ ഇൻ നോൺ മെറ്റാലിക് ഓക്സൈഡ്. അലോഹ ഓക്സൈഡുകളിൽ ലിറ്റ്മസ് കാണിക്കുന്ന നിറമാറ്റാണ്. അപ്പൊ ഞാൻ ഇത് ഒരു ഹിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും തന്നെ അസിഡിക് നേച്ചറുള്ള ആളാണ്. അലോഹ ഓക്സൈഡുകൾക്കൊക്കെ ആസിഡുകളുടെ സ്വഭാവമാണ് കാണിക്കുക. മെറ്റാലിക് ഓക്സൈഡുകൾ ആണെങ്കിൽ ബേസിക് സ്വഭാവം, ലോഹ ഓക്സൈഡുകൾ ആണെങ്കിൽ ബേസിക് സ്വഭാവം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കളർ ചേഞ്ച്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റും
പറ്റണം. അപ്പൊ ഇതിന്റെ ഉത്തരം എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ അസിഡിക് ആണെന്നുള്ള കാര്യം ഓർമ്മ വെച്ചിട്ട് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണം. മിസ് നോക്കും. ഓക്കെ, സോ മക്കളെ അത്രയേ ഉള്ളൂ. അപ്പൊ ഇനിയും ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. ഇനി നമ്മുടെ ബ്രഹ്മോസ് ബാച്ചിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി അറിഞ്ഞു വെക്കുക. നമ്മുടെ ഫ്രീ NMMS കോച്ചിങ്ങിന്റെ ക്ലാസ് ആണ്. നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് അവിടെ ക്ലാസ്സുകൾ കാണാം, പഠിക്കാം, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പൊ മക്കളെ, എന്നാൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ മറക്കണ്ട. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിസ് സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.